മസ്താനി എനിക്ക് ആ കൊച്ചിനോട് ഇപ്പം ഇത്തിരി ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ആ കൊച്ചിൻ്റെ കയ്യിരിപ്പിൻ്റെ തന്നെയാണ് ആ കൊച്ചിൻ്റെ അകത്ത് കയറിയിട്ട് ക്ലിഞ്ഞോ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പാനി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഗെയിം ഇപ്പോൾ സ്പിരിറ്റ് എന്താ പറയുക, അത് ഇപ്പം ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ രണ്ടുപേര് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഔട്ടാകുമ്പോൾ ഔട്ടായി എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കുന്നുണ്ട്, അതിനങ്ങനെ വേണമെങ്കിൽ എടുക്കാം. പക്ഷെ ആ കൊച്ചിന് സൈബർ ബുള്ളിങ് കിട്ടിയിട്ട് അത് ഭയങ്കര അടിഞ്ഞ് താഴോട്ടായിപ്പോയി. ഇപ്പം മസ്താനിയേക്കാളും ചീഞ്ഞിറങ്ങാൻ പോകുന്നത് RJ ബിൻസിയാണ്. കാരണം RJ ബിൻസി ശരിയാണ്, അവിടെ ആര് ചോദിച്ചു, നമ്മുടെ മസ്താനി ചോദിച്ചു ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ എന്ന്. ഇങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ അങ്ങോട്ട് ചൊറിഞ്ഞു. അതിന് കാരണം എന്താണ്? അപ്പം ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ വന്നിരിക്കുന്നത്. അത് ഷോ ഓഫ് ആണോ സ്ക്രീൻ സ്പേസ് ആണോ എന്തോന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇപ്പോൾ എനിക്കൊരു ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ആ ഇന്റർവ്യൂവിൽ സ്പോട്ടിൽ ഞാൻ റിയാക്ട് ചെയ്യണം. എന്ത് തേങ്ങ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എനിക്കിതൊന്നും പറയാൻ താല്പര്യമില്ല എന്ന്. ഇന്റർവ്യൂ കഴിഞ്ഞാൽ പശുവും ചത്തും മോരിലെ പുളിയും പോയി എല്ലാം കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇങ്ങനത്തെ ഇന്റർവ്യൂ ചോദ്യങ്ങൾ ചോദിച്ചത് എനിക്ക് ഇഷ്ടമായില്ലെന്ന്. അപ്പം മസ്താനി ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ ചോദ്യങ്ങൾ ഇഷ്ടമായില്ലെങ്കിൽ അത് അപ്പം ചോദിക്കണമെന്ന്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് RJ ബിൻസി ഗുണ്ട ബിൻസിയായി. അടിക്കും വലിക്കും തല്ലും കാലടിച്ച് ഇതൊക്കെ പുറത്ത് സംസാരിക്കുമോ? ഭയങ്കര തഗ്ഗായിട്ട് സംസാരിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയൊരു വെൽക്കം ടു നൈസ് ടു മീറ്റ് യു. നീ അനുമോൾക്ക് വോട്ട് ചെയ്യോ? ചെയ്യോ? അനുമോൾക്ക് വോട്ട് ചെയ്യോടി? ചെയ്യാം. അപ്പം RJ ബിൻസി ചൂടായിട്ട് സംസാരിക്കുന്നു, റേസായിട്ട് സംസാരിക്കുന്നു. അപ്പം എന്നിട്ടൊക്കെ മസ്താനി മിണ്ടാതിരുന്നു. അതൊരു പ്രത്യേക കഴിവാ. നീ പറയുന്നു പറയുന്നുണ്ട്. പക്ഷെ ആ കൊച്ചൊരക്ഷരം മിണ്ടിയില്ല. സൈലൻസിന്റെ പവർ ഒന്ന് വേറെ ലെവൽ തന്നെയാണ്. സോ അത് കണ്ടപ്പോൾ എനിക്ക് മസ്താനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായി. തെറ്റിയാത്തവരാരുമില്ല, കാര്യങ്ങൾ മനസ്സിലായി. ഈ കൊച്ചു വന്ന് സംസാരിച്ചപ്പോൾ സ്ക്രീൻ സ്പേസ് മാറി പോവുകയും ചെയ്തു. മേ ബി മസ്താനിക്ക് സംസാരിക്കാൻ അറിയാമായിരിക്കും. പക്ഷെ എന്നാൽ പോലും ആ കൊച്ചു ഇന്നലെ എടുത്ത നിലപാട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ RJ ബിൻസി എനിക്കറിയത്തില്ല എന്താണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്താണ് ഇങ്ങനെ പെടപ്പ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് അത്രയും വേണ്ടായിരുന്നു. ഒന്നാമത് ഷോ കഴിഞ്ഞു. പിന്നെ RJ ബിൻസി മസ്താനായിട്ടുള്ള ഇഷ്യൂ സംസാരിക്കുന്നത് ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ വെച്ച് നടന്ന കാര്യങ്ങളല്ല, പുറത്ത് ഇന്റർവ്യൂവിൽ നടന്ന കാര്യമാണ്. പുറത്തെ ഇന്റർവ്യൂവിൽ ചോദിച്ച കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അത് ആ സ്പോട്ടിൽ തന്നെ സംസാരിക്കല്ലേ വേണ്ടായിരുന്നേ. പക്ഷെ ഇവര് റീ എൻട്രിക്ക് പോയിട്ട് ആ ഒരു മൂമെന്റ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോരണേ. പക്ഷെ അതൊക്കെ നമ്മുടെ രേണുസുതി, ലക്ഷ്മി, അതേപോലെ ആരായിരുന്നു ഒന്നീൽ, ഇവരൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. രേണുസുതി അനീഷിന്റെ അടുത്തും എല്ലാവരുടെ അടുത്തും ന്യൂട്രലായിട്ടാണ് നിൽക്കുന്നത്. ഒരു എന്താ പറയാ പല്ല് കുത്തി പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ലക്ഷ്മിയും അതേ സപ്പോർട്ടിങ് ആണ്. അപ്പോൾ ആര്യനാണ് പിന്നെയും ഒരു പ്രശ്നം ഉണ്ടാക്കിയത്, അനുമോളുടെ അടുത്തേക്ക് പോകാൻ നിൽക്കണ്ട, പോയാ വള്ളിയാണ്, ആ ഏരിയയിലേക്ക് പോകാൻ നിൽക്കണ്ട, PR-നെ പേടിയാണെന്നുള്ളത്. അത് നല്ല രീതിയിൽ അക്ബറിന്റെ തലയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് പൊട്ടിയ കാര്യമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ കയറിയ ഈ അഭിശ്രീ അപ്പാനായിട്ട് നല്ലൊരു സീൻ പൊട്ടിയതാണ് പുറത്ത് വെച്ചിട്ട്. പക്ഷെ അതിന്റെ അകത്ത് അതിനെ പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. രേണു ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ലക്ഷ്മി ഒരു പ്രശ്നം ഉണ്ടാക്കി. ലക്ഷ്മിയൊക്കെ മെച്ചൂർഡായിട്ട് തന്നെ നീ സ്ട്രോങ് ആയിട്ട് നിന്നോ, കഴിഞ്ഞ കാര്യത്തെ പറ്റി സംസാരിക്കണേൽ ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ബിഗ് ബോസ് ചിലപ്പം ഒന്ന് ഫയർ ആയിക്കോന്ന് പറഞ്ഞ് കയറ്റി വിട്ടതായിരിക്കുന്നു. അല്ല, ഇത് നേരത്തെ കയറിയവരുടെയും ഇപ്പൊ കയറിയവർക്ക് കുറച്ചൊന്നും മനസ്സിലായി ഇവർ കാണിക്കുന്ന മണ്ടത്തരാണെന്നുള്ളത്. അതുകൊണ്ട് അവരകത്ത് പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. അല്ലെങ്കിൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, അവരുടെ ഗെയിം കഴിഞ്ഞു. ഷാനവാസ് ഇവരോട് പറഞ്ഞ മാതിരി ആ ഗെയിം കഴിഞ്ഞു.